എനിക്കൊരു ടാബ് വേണ്ട എന്ന് ഞാൻ തന്നെ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഫോണുണ്ടല്ലോ, ലാപ്ടോപ്പും ഉണ്ട്, പിന്നെ എന്തിനാണ് ഒരു എക്സ്ട്രാ എക്സ്പെൻസ് എന്നായിരുന്നു ഞാൻ കുറേ നാൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് നാൾ ടാബ് വാങ്ങാണ്ടിരുന്നു. പിന്നെ ഒരു കാര്യം മെയിനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് വീട്ടിൽ TV ഇല്ല. മൂവി കാണണമെങ്കിൽ ഫോൺ തന്നെ ശരണം. മൂവി കാണുന്നതിനിടയിൽ വാട്സപ്പ് റിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോഴാണ് ടാബിനെ കുറിച്ച് ആലോചിക്കുന്നത്. പക്ഷേ അങ്ങനെ വെറുതെ ഒന്നും കാണാതെ പോയി ടാബ് വാങ്ങാനും ധൈര്യം ഉണ്ടായിരുന്നില്ല. ടാബ് വാങ്ങുന്നതിന് മുൻപ് ഞാൻ ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഡിസ്പ്ലേ. മൂവി കാണലാണ് പ്രൈമറി ആവശ്യം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു 10 to 12 ഇഞ്ചിന്റെ ഒരു റേഞ്ചിലുള്ള ഒരു ഡിസ്പ്ലേ ആയിരിക്കും നല്ലത് എന്ന് തോന്നിയായിരുന്നു. 2 സ്പീക്കേഴ്സ്. TV ഇല്ലാത്ത വീട്ടിൽ ഇതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണല്ലോ. നല്ലൊരു മൂവി നൈറ്റ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സ്പീക്കേഴ്സ് ഒക്കെ ഉള്ളതായിരിക്കും ബെറ്റർ. നല്ല ബാറ്ററി കപ്പാസിറ്റി ഉള്ളത് തന്നെയാണ് നല്ലത്. എന്റെ കേസിൽ TV ഇല്ല. മൂവീസ് ഫോണിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് വേണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ടാബ് വേണ്ട എന്ന് പറഞ്ഞിരുന്ന ഞാൻ തന്നെ ഫൈനലി ഒരു ടാബ് വാങ്ങിയത്. അതിനോടൊപ്പം തന്നെ ഓൺലൈനായിട്ട് ഒരു ടാബിനൊരു ബാക്ക് കവറും പിന്നെ അത് യാത്രയിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ടാബിനുള്ളൊരു ബാഗും വാങ്ങിയായിരുന്നു. ഇനി ടാബ് യൂസ് ചെയ്തിട്ട് എങ്ങനെ എന്നുള്ളത് ഞാൻ കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ട് പറയാം.